അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവചനം നമുക്ക് വായിച്ച് കേൾക്കാം. റോമാലേഖനം 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ദൈവസാന്നിധ്യബോധത്തോടും കൂടെ തിരുസന്നിധിയിലിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവമഹത്വത്തിനായി സ്തോത്രം. ദൈവവചനത്തിൻ്റെ വാതിലുകൾ പരിശുദ്ധാത്മാവാൻ ദൈവം ഞങ്ങൾക്ക് തുറന്നു തരണമേ. ദൈവാത്മാവ് ഈ പകൽ ഞങ്ങളുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. അങ്ങയുടെ വിടുതൽ ഞങ്ങളുടെ നടുവിൽ വ്യാപരിപ്പിക്കണമേ. കർത്താവേ, സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും ഞെരുക്കങ്ങളിലുമൊക്കെ ഇരിക്കുന്ന കർത്താവെ, ഞങ്ങളോട് പരിശുദ്ധാത്മാവ് കൃപ തോന്നി ഇടപെടുന്ന പകലാക്കി ദൈവം മാറ്റുന്നതിനായി സ്തോത്രം. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അങ്ങയുടെ ജനത്തെ ശുശ്രൂഷിക്കാൻ അങ്ങയുടെ കൃപയെ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ നടുവിൽ ചെയ്താട്ടെ. ദൂതന്മാരിറങ്ങി ഇന്ന് മകൻ ഞങ്ങളെ ശുശ്രൂഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ പ്രത്യേകിച്ച് പ്രതിഭാസ കുഞ്ഞിനെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവൻ്റെ മേൽ സാധാരണമായൊരു വിടുതൽ ഇന്ന് പകലയക്കാൻ അപ്പായ്ക്ക് കഴിയും. ഞങ്ങളുടെ ദൈവത്തിന് കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇന്ന് പകലിൽ ദൈവം ഞങ്ങൾ കർത്താവിന് വലിയ പ്രതീക്ഷിക്കുന്നു. ദൈവ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ. ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ഇന്ന് പകലിടയാക്കണമേ. ഞങ്ങൾ അങ്ങയുടെ ശുശ്രൂഷക്കാരാണ്. കർത്താവിൻ്റെ പകലിൽ അങ്ങയുടെ പുത്രനെ ആ പൈതലിൻ്റെ മേൽ മഹത്വപ്പെടുത്താൻ ഞങ്ങൾ അപ്പയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ താഴ്ത്തുകയാണ്. ഞങ്ങളുടെ ആശയും ഞങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ സകല സമ്പത്തും ഞങ്ങളുടെ കർത്താവ് മാത്രമാണ്. അങ്ങയിൽ പൂർണ്ണമായി ഇന്ന് പകലിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവനെ ശാന്തതയോടെ ഇരിക്കാൻ സ്വർഗത്തിലെ ദൈവകൃപ ചെയ്യാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്യണമേ. മഹത്വം ജലിപ്പിക്കണമേ. കർത്താവെ, ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവ മഹത്വത്തിൻ്റെ പുതിച്ചിൽ ഈ ഹോളിനകത്ത് ഇന്ന് രാവിലെ ചലിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഷാദാരാജാലഹാന്തൽഗമനിയ അതുരഗജലഗദന കർമ്മവദനഗജല ഉടമനഗശാഖരഗജൽഖബാന കർമ്മവാദിഗജസ്കമനി പ്രബുദ്ധ കർമ്മവൈഥൽഗമന ഹൽകുടിയ ശാംഭവ പ്രവേദിനി ആംതർവേദഗജവർദ്ധന പ്രഭ സംഭവദനഗജല ഹടഗദനഗജൽഗമന. കർത്താവ് വലിയവ ചെയ്യുന്നത് ഞങ്ങൾ ആത്മാവിൽ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ. കരങ്ങളെ ചേർത്തൊന്ന് അടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. നല്ലതും അനുഗ്രഹീതവുമായിരിക്കുന്ന ഈ പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകൽ ഉപവാസത്തിൻ്റെ 6-ാമത്തെ പകൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി വരാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്ന വിലയേറിയ ഭാഗ്യത്തിനായി ഞാനൊരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൻ ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജിതിൻ ബാസ്റ്റർ, തൻ്റെ കുടുംബം, പ്രത്യേകാൽ ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാൻ സ്വർഗത്തിലെ ദൈവമാക്കി വെച്ചിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രദീപ് ബാസ്റ്റർ, തൻ്റെ കുടുംബം, ദൈവസന്നിധിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ട ദൈവമക്കൾ, ദൈവസഭ, എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസാന്നിധ്യബോധത്തോടെ തിരുസന്നിധിയിലിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് എല്ലാവരും ദൈവസന്നിധിയിൽ
ജാഗരിച്ചായിരിക്കാൻ ഞാൻ കർത്താവിൽ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. വിശുദ്ധ റോമാലേഖനം 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനമാണ് ഈ പകലിൽ വചന ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ചത്. ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ, അപ്പം അതൊന്ന് പറഞ്ഞേ, ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. എല്ലാവരും പറഞ്ഞില്ല, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. നിർണയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ ഈ കൂട്ടായ്മയുടെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറാൻ എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ദൂതിനൊരു ടൈറ്റിൽ കൊടുത്താൽ ആ ടൈറ്റിൽ ഇങ്ങനെയാണ്: ദൈവപുത്രനെന്ന് തെളിയിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കരം ഉയർത്തിയൊന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ദൈവപുത്രനെന്ന് തെളിയിക്കപ്പെട്ടു. ആ നിർണയിക്കപ്പെട്ടു എന്ന ഒറ്റ പദം മാത്രമാണ് ഈ പകലിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. തെളിയിക്കപ്പെട്ടു. ദൈവമക്കളെ, ഹല്ലേലൂയ. ലോകത്തിൽ തെളിവുകൾ നിരത്തേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ ഉയരുന്ന സാഹചര്യങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു കോടതിയിൽ ഒരു ഹല്ലേലൂയ പ്രതിയെ കൊണ്ടുവന്ന് വിസ്താരത്തിന് നിർത്തുമ്പോൾ ആ വിസ്താരത്തിന് നിർത്തുന്ന പ്രതി നിരപരാധിയാണോ അതോ കുറ്റവാളിയാണോ എന്ന് കോടതി തീരുമാനിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ചില സമയങ്ങൾ ഹല്ലേലൂയ നിരപരാധിയാണെങ്കിലും തെളിവുകൾ നിരത്തി അവനെ കുറ്റവാളിയായി ചിത്രീകരിക്കാറുണ്ട്. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട പലരെയും നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയും. കോടതിയുടെ നിയമം അനുസരിച്ച് ഹല്ലേലൂയ 1000 കുറ്റവാളി അത് രക്ഷിക്കപ്പെട്ടാലും വിടിവിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് കോടതിയുടെ നിയമം. പക്ഷെ പലപ്പോഴും ഹല്ലേലൂയ തെളിവുകളുടെ അഭാവത്തിൽ ഹല്ലേലൂയ നിരപരാധികളെ ശിക്ഷിച്ചിട്ടുണ്ട്, കുറ്റവാളികളെ വിട്ടയച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. തെളിവുകളാണ് എവിടെയും വിടുതലിന് ആധാരമായി നിൽക്കുന്നത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഹല്ലേലൂയ എവിടെയാണ് തെളിവുകൾ വേണ്ടത്? തെളിവുകൾ എവിടെ വേണമെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു ചിന്ത, എവിടെയാണോ സത്യം നിഷേധിക്കപ്പെടുന്നിടത്ത് ഹല്ലേലൂയ അവിടെ തെളിവുകൾ ആവശ്യമായിട്ട് വരും. യാഥാർത്ഥ്യത്തെ ഉറപ്പിക്കാനാണ് തെളിവുകൾ വേണ്ടത്. ദൈവത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇരിക്കണം കേട്ടോ. ഈ പ്രഭാതത്തിലെ ദൂതെന്ന് പറയുന്നത് വളരെ ഗൗരവമായി പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ഒരു വെളിപ്പാടാണ്. ദൈവത്തിന് ഇന്ന് രാവിലെ ഈ ദൂത് ഇവിടെ പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ വളരെ ഭാരം തന്നതുകൊണ്ടാണ് ഈ ദൂത് ഇന്ന് രാവിലെ ഞാൻ പങ്കുവെക്കാൻ ഇടയായി തന്നതുകൊണ്ട് നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കണം. സഹകരണം എന്ന് പറഞ്ഞത് നിങ്ങൾ ഈ ദൂതിനെ ഇന്ന് പകൽ വളരെ ശ്രദ്ധയോടെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ഇതിനകത്തൊരു ആത്മാവുണ്ട്, ഈ ദൂതിനകത്തൊരു ദൈവശക്തിയുണ്ട്. അത് ഈ ദൂതിൻ്റെ ഏതോ ഒരു സമയത്ത് നമ്മുടെ മേൽ കർത്താവ് കൈമാറുമെന്നുള്ളതിൽ സംശയമില്ല. ഞാനത് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ കർത്താവിൽ ഞാനത് കൽപ്പിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. കരമുയർത്തിയൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. അപ്പൊ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നിടത്താണ് തെളിവുകൾ വേണ്ടത്. അപ്പോൾ യാഥാർത്ഥ്യത്തെ ഉറപ്പിക്കാൻ തെളിവുകൾ വേണം. ദൈവത്തിനു സ്തോത്രം. വേദപുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചാൽ ഓരോ കാലഘട്ടങ്ങളിലും ദൈവിക തിരഞ്ഞെടുപ്പ് വീണവൻ പലയിടത്തും നിഷേധിക്കപ്പെട്ടവനാണ്.
പ്രൈസലോ പലയിടത്തും അവൻ അംഗീകരിക്കപ്പെടാതെ പോയവനാണ്. അംഗീകരിക്കപ്പെടാതെ പോയിടത്ത് അംഗീകരിപ്പിക്കാൻ മാനുഷികമായ പല ശ്രമങ്ങളും നമ്മൾ പലരും നടത്താറുണ്ട്. പക്ഷേ അതെല്ലാം വിഫലമാണെന്ന് വിശുദ്ധ തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അല്ലിയ ഒന്ന് രണ്ട് അല്ലിയ വ്യക്തികളെ പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ഈ ദൂതിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. കൃപ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ അകത്ത് അല്ലിയ ഒരുവനെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ്റെ പേര് ജോസഫ് എന്നാണ്. ജോസഫിനെ അറിയാത്ത ദൈവമക്കളില്ല. കാരണം വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭകാലം തൊട്ട് നമ്മൾ കേട്ടു തുടങ്ങിയതാണ് ജോസഫിനെ കുറിച്ചുള്ള ദൂതുകൾ. നമുക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് വിശുദ്ധ വേദ പുസ്തകത്തിലെ ജോസഫ്. അതെന്താ നമുക്ക് ഇത്ര ഇഷ്ടമായത്? ജോസഫ് കടന്നുപോയ ഏതൊക്കെയോ സാഹചര്യങ്ങളിലൂടെ എപ്പോഴൊക്കെയോ നമ്മളും കടന്നുപോയവരാണ്. ആ സമയങ്ങളിൽ ജോസഫിൻ്റെ അനുഭവങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ജോസഫിനോടുള്ള ദൈവിക ഇടപെടലുകൾ നമ്മളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ജോസഫിനെ വിടുവിച്ച ദൈവം എൻ്റെ പ്രതിസന്ധികൾക്കകത്ത് എന്നെയും വിടുവിക്കുമെന്നുള്ളൊരു വലിയ ധൈര്യം അല്ലെങ്കിൽ ആ ദൂതുകൾക്കകത്തു നിന്ന് സ്വർഗം നമ്മുടെ മേൽ കൈമാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും ആ വചനത്തിൻ്റെ ജീവൻ കുറഞ്ഞു പോയിട്ടില്ല. ആ ദൂതിന് ശക്തിയുണ്ട്. ഏത് ദൂത്? വിടുവിക്കുന്ന ഒരുവൻ ഇതിൻ്റെ നടുവിൽ ഇന്ന് രാവിലെ ഇറങ്ങി നിൽക്കുന്നുണ്ടെന്ന ധൈര്യമുള്ള ദൈവമക്കൾക്കായി ഇന്ന് രാവിലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കരമുയർത്തി കർത്താവിനെ ഇന്ന് രാവിലെ ഒന്ന് സ്തുതിച്ചാട്ടെ. ജോസഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവ് പങ്കുവെക്കുന്നത്. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൻ്റെ അകത്തേക്ക് നമ്മൾ വരുമ്പോൾ തിരുവെഴുത്ത് പറയുകയാണ്, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ജോസഫ് എന്ന് പറയുന്ന സ്വപ്നക്കാരന് ഹല്ലേലൂയ ജീവിതത്തിൻ്റെ അകത്തു നേരിടേണ്ടി വന്ന വലിയ പ്രൈസ് ദി ലോർഡ് പ്രതിസന്ധികളുടെ ചരിത്രങ്ങൾ പരിശുദ്ധാത്മാവ് ആ ഭാഗത്തു നിന്ന് പങ്കുവെക്കുകയാണ്. ഒന്ന് വായിച്ചേ, 18-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് വായിച്ചേ. അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഇതാരാണ് അവന് വിരോധമായി ദുരാലോചന ചെയ്തത്? പുറത്തുള്ളവനായിരുന്നില്ല, പ്രൈസലോ അവന്റെ സുഹൃത്തുക്കളായിരുന്നില്ല, അല്ലെങ്കിൽ അന്യ പ്രൈസലോ മറ്റാരെങ്കിലും ആയിരുന്നില്ല. തിരുവെഴുത്ത് പറയുന്നത് അവന്റെ സഹോദരന്മാർ, അവന്റെ കൂടപ്പുറപ്പുകൾ, അതെ അവർ തന്നെയായിരുന്നു. ജോസഫ് എന്ന് പറയുന്ന ആ ദൈവ മനുഷ്യനെതിരായി അതെ മരണത്തിന്റെ കണികൾ ഒരുക്കിയത്. ഇന്ന് രാവിലെ ഞാനൊരു ദൂത് പറയാ, ഒരു ദൈവിക പദ്ധതി നിന്റെ മേലുണ്ടെങ്കിൽ ഒരുപക്ഷെ കുടുംബത്തിന്റെ അകത്തു നിന്ന് തന്നെ നിനക്ക് വിരോധികൾ എഴുന്നേറ്റെന്ന് വരാം, നിനക്ക് വെല്ലുവിളികൾ എഴുന്നേറ്റെന്ന് വരാം, ചേർത്ത് പിടിക്കേണ്ടവർ തന്നെ ഒരുപക്ഷെ മാറ്റി നിർത്തിയെന്ന് വരാം, അംഗീകരിക്കേണ്ടവർ തന്നെ ഒരുപക്ഷെ അപമാനിച്ചെന്ന് വരാം. ഇന്ന് പകലിൽ നീ ഭാരപ്പെട്ടു പോകരുത്. ഞാനൊരു ദൂത് പറയാ, ഈ പകലിൽ ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും നിന്നെ ഇന്ന് പകലിൽ തള്ളിക്കളയാത്ത, മാറ്റി നിർത്താത്ത, അനാഥനായി വിട്ടയക്കാത്ത ഒരു നല്ല കർത്താവ് ഈ പകലിൽ നിനക്ക് വേണ്ടി ഉയരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ പകലിൽ ദൈവത്തെ കരം ചേർത്തടിച്ച് ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, വചനം പറയുകയാണ്, അവൻ്റെ സഹോദരന്മാർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. പ്രൈസ് ദി ലോർഡ്.
ജോസഫ് വധിക്കപ്പെടാൻ, കൊല്ലപ്പെടാൻ, സഹോദരന്മാർക്ക് അനിഷ്ടനായി തീരാൻ എന്താ ജോസഫ് ചെയ്തേ? ഒന്നും ചെയ്തില്ല സഹോദരങ്ങളെ. നമുക്കറിയാം ജോസഫ് ഒന്നും ചെയ്തില്ല. ജോസഫ് ഒരു സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. സ്വപ്നം കണ്ടത് കൊണ്ട് മാത്രമാണോ ജോസഫ് അനിഷ്ടനായത്? അല്ലെന്ന് ഞാൻ പറയും. വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ ശ്രദ്ധയോടെ വായിച്ചാൽ ജോസഫ് ഇവർക്ക് അനിഷ്ടനായത് സ്വപ്നം കണ്ടപ്പോൾ മാത്രമല്ല. വചനം പറയുന്നത് യാക്കോബിന് 12 തലമുറകളാണ്. 12-ൽ ഇളയവനാണ് ജോസഫ്. നമുക്കറിയാം. ഹല്ലേലൂയ. ആ ജോസഫ് സഹോദരന്മാരുടെ നടുവിൽ ഒരു സമയത്ത് ചേർന്ന് നടന്നവനാണ്, അവരോട് കൂടെ ഇടപഴകിയവനാണ്. പക്ഷേ തിരുവെഴുത്ത് പറയുന്നത് സഹോദരന്മാരുടെ കൂടെ ഇടപഴകുമ്പോഴും അവനിൽ ഒരു വേർപാടുണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. സഹോദരന്മാരുടെ കൂടെ അവൻ സഞ്ചരിക്കുമ്പോഴും അവൻ്റെ അകത്തൊരു വേർപാടുണ്ടായിരുന്നു. അവൻ്റെ അകത്ത് ശരിയല്ലായ്മയെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. വചനം പറയുന്നത് യാക്കോബിന്റെ തലമുറകൾ 11 സഞ്ചരിക്കുന്ന വഴികളിലെ അതിയ പോരായ്മകളെ ജോസഫ് ഒന്നും മറച്ചു വെക്കാതെ അപ്പനായ യാക്കോബിന്റെ അടുക്കൽ വന്ന് പറഞ്ഞത് സഹോദരന്മാർക്ക് അവരുടെ കണ്ണിലെ ഒരു കരടായി മാറാൻ കാരണമായി. സഹോദരങ്ങളെ, ഞാനൊരു ദൂത് പറയാം. നീ രക്ഷിക്കപ്പെട്ടവനാ. നിനക്കെന്താ ഇത്ര വെല്ലുവിളി എന്നറിയാമോ? നീ പലതിനോട് കോംപ്രമൈസ് ചെയ്യാത്തത് കൊണ്ടാ. നീ കോംപ്രമൈസ് ചെയ്താൽ പലരും നിനക്ക് അനുകൂലമായി മാറിയേന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ നിനക്ക് പലതും പ്രതികൂലമാകാം. പക്ഷേ ഈ പകലിൽ ദൈവം അനുകൂലമാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഈ പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത് യാക്കോബിന്റെ ഇഷ്ടപുത്രനായിരുന്നു ജോസഫ്. അവൻ വാർദ്ധക്യത്തിലെ മകനാക നിമിത്തം യാക്കോബ് തൻ്റെ സകല മക്കളിലും വെച്ച് ജോസഫിനെ അധികം. ഇതൊക്കെ നമ്മുടെ വീടുകളിലെ ഭയങ്കര പരാതികളാണ് അല്ലേ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? മക്കളുടെ ഇടയിലെ വലിയ യുകയിലെ കാര്യം എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലെ കാര്യം. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്. മക്കൾക്ക് എപ്പോഴും പരാതിയാണ്. അപ്പന് ചേട്ടനോടാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇളയ മോളോടാണ്. എൻ്റെ രണ്ടാമത്തെ മോളുടെ ഭയങ്കര പരാതിയാണ്. അവൾ എപ്പോഴും പറയും പപ്പായിക്ക് ചേട്ടായി അപ്പു ചേട്ടായിയോടാണ് ഇഷ്ടം. അപ്പു ചേട്ടായി എന്ത് ചെയ്താലും പപ്പ ഒന്നും പറയില്ല. എൽസ അവൾ കുഞ്ഞു കൊച്ചാണ്. അവൾ ഞാൻ മാത്രമേ എപ്പോഴും കുറ്റവാളിയാണ് അവൾ ഇപ്പോഴും ഉള്ളവളുടെ പരാതിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ വാസ്തവത്തിൽ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് വാസ്തവം. പക്ഷെ ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുകയാണ് ഇത് വാസ്തവത്തിൽ അങ്ങനെയായിരുന്നു. യാക്കോബിന്റെ ഇളയ മോനായിരുന്നു ജോസഫ്. അതുകൊണ്ട് ജോസഫ് ഇഷ്ടപുത്രനായിരുന്നു. എന്നാൽ അത് അപ്പം പറയാതിരുന്ന മതിയായിരുന്നു. ഈ അപ്പം പറയുകയും ചെയ്തു, അത് വെളിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. എന്താ? പ്രൈസ് ദി ലോർഡ്. ഉടുപ്പ് വാങ്ങിയപ്പോൾ ഒരുത്തന് മാത്രം വാങ്ങി. നല്ലൊരു ഉടുപ്പ് തയ്ച്ച് ഏറ്റവും ഇഷ്ടപുത്രനെ ഇടിയിച്ചു. അവിടെ തുടങ്ങി പ്രശ്നം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ആ ദൂത് വായിച്ചപ്പോൾ എൻ്റെ അകത്ത് വന്ന ഒരു ആത്മീയ വെളിപ്പാട് ഞാൻ പറയാം. ദൈവം ഇതല്ലേ, അപ്പൻ സ്നേഹിക്കുന്ന മോൻ്റെ മേൽ അപ്പൻ ഇട്ട് കൊടുക്കുന്നൊരു വസ്ത്രമുണ്ട് കേട്ടോ. ആ വസ്ത്രത്തിൻ്റെ പേര് പുതുനിയമത്തിൻ്റെ വെളിപ്പാടിൽ പറഞ്ഞാൽ അത് രക്ഷയുടെ വസ്ത്രമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എപ്പോ നീ രക്ഷിക്കപ്പെട്ടു അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ആരൊക്കെയോ പറഞ്ഞു രക്ഷിക്കപ്പെട്ട വിഷയമൊക്കെ തീരുമെന്ന്. ആരോ പറഞ്ഞു രക്ഷിക്കപ്പെട്ടാൽ മതി, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. പക്ഷെ ഇപ്പം പറയാം രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് വെല്ലുവിളി, രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് പ്രതിസന്ധി. അത് വേറൊന്നുമല്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ നീ വേർപാടുകാരനായി. അതുവരെ നീ ലോകത്തിൽ
ആയിരുന്നു. അതുകൊണ്ട് നിന്നെയും ലോകക്കാരനെയും വേർതിരിച്ച് കാണാൻ കഴിയാതെ പോയി. പക്ഷെ രക്ഷിക്കപ്പെട്ടപ്പോൾ നീ പോലും അറിയാത്തൊരു വേർപാട് നിന്നിൽ ലോകക്കാരനെ കാണാൻ പറ്റുന്നുണ്ട്. എന്തെന്ന് പറയാമോ? അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ അതുവരെ നിന്നോട് അടുത്ത പലർക്കും അടുക്കാൻ കഴിയുന്നില്ല. അതുവരെ കൂട്ടുകൂടിയവർക്ക് നിന്നോട് കൂട്ടുകൂടാൻ കഴിയുന്നില്ല. എന്താ അത്? നീ വെളിപ്പെടുത്തിയില്ലെങ്കിലും അവന് തന്നെ മനസ്സിലായി ഇവൻ പെന്തക്കോസിൽ പോയത് കൊണ്ട് എന്തോ ഒരു മാറ്റവന് ഉണ്ടായവരെ ഓർത്താട്ടോ ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ചിലർക്കൊക്കെ അതെ ചൊറിയുന്ന എവിടെ കടന്നാലും മനസ്സിലായി. ചൊറിയെണ്ണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ലേ? നമ്മുടെ നാട്ടിലൊരു ചെറിയ ചൊറിയെണ്ണം, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതെങ്ങനെ ചെയ്താലും അത് ചൊറിയും എന്നതുപോലെ തന്നെ ചിലത് അല്ലെങ്കിൽ അകത്ത് വന്നാലും പുറത്ത് നിന്നാലും അങ്ങനെയുള്ള വിശ്വാസികൾ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ കാര്യമല്ല, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവരെന്നും പ്രശ്നങ്ങളായിരിക്കും. സഭയിൽ എന്നും പ്രശ്നം ഉണ്ടാക്കുന്നവനെ അവൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞു കേട്ടോ. സഭയിലെന്നും ചിലപ്പോൾ ദൈവാസന എന്നും തലവേദനയാണ് ചിലർ, പ്രൈസ് ദി ലോർഡ്. അവരെ നന്നാക്കാനൊന്നും നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ലെന്ന എൻ്റെ പക്ഷം. കാരണം അവൻ പുറത്തു നിന്നാലും പ്രശ്നം, അകത്തു നിന്നാലും ഞാൻ പറയും ഈ സാത്താന് വേണ്ടാത്തത് പലതും സഭയ്ക്കകത്ത് ഉണ്ട് സഹോദരങ്ങളെ, ഉണ്ട്. നമ്മൾ പറയും ഇപ്പോൾ പിശാചി എന്നൊക്കെ പറയും, പിശാചിനെ ചാതിച്ചാലെന്ന് പോകുന്നത്. കാരണം എന്താണെന്നറിയാമോ? പുള്ളിയുടെ ആൾക്കാർ പലരും ഇതിനകത്ത് ഇവിടുത്തെ കാര്യമല്ല ഇരിക്കുന്നുണ്ടെന്നേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഹല്ലേലൂയ, അപ്പൻ ഇഷ്ടപുത്രനായതുകൊണ്ട് അപ്പൻ നല്ല വസ്ത്രം തയ്പ്പിച്ചു കൊടുത്ത് അത് ഇട്ടതോടുകൂടെ ജോസഫിൻ്റെ കഷ്ടകാലം ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ സഹോദരന്മാർക്ക് വചനം പറയുക, ഇവനോട് സമാധാനമായി സംസാരിപ്പാൻ. നിങ്ങൾ വായിച്ചിട്ടില്ല ഇതൊന്നും? ദൈവത്തിൻ്റെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ വചനം പറയുകയാണ്, പിന്നെ അവർക്ക് ജോസഫിനോട് സമാധാനമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവരുടെ ലക്ഷ്യം ജോസഫിനെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ജോസഫിന് നന്നായിട്ട് അറിയാൻ കേട്ടു. എന്നിട്ടും ഞാൻ പലപ്പോഴും ചിന്തിച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ ഞാൻ ഇരുന്നിട്ടുണ്ട് വായിച്ച്. എൻ്റെ പൊന്നു ദൈവമേ, ഞാനായിരുന്നെങ്കിൽ ഇത്തിരി കൂടെ ബുദ്ധിയോടെ പെരുമാറിയനെ. കാരണം ഇവന്മാർ ജോസഫിന് പാര പണിയുമെന്ന് ജോസഫിന് നന്നായിട്ട്, എന്നിട്ടും ഈ സ്വപ്നം കണ്ടപ്പോൾ ഇവരോട് ചെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അത് പറയാതിരുന്നെങ്കിൽ സ്വസ്ഥമായി അതിനകത്ത് തന്നെ അതാ നമ്മുടെ കുഴപ്പം. കാരണം എന്തറിയാമോ? ഉലകത്തി ജോസഫെ നീ സ്വപ്നത്തിൽ വരത്തില്ല. നീ ഇത് പറയേണ്ടടത്ത് പറയുമ്പോഴാണ് നീ അലിയ കിടക്കേണ്ടടത്തേക്ക് നീ മാറ്റപ്പെടുന്നത്. ദൈവത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞാണ്, അത് എവിടെയോ ഞാൻ പറഞ്ഞതാ. അലിയ പ്രൈസ് ദി ലോർഡ്. ചില പ്രതിസന്ധിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവം പറഞ്ഞ ദൂതിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ്. ഞാൻ ഒരു കാര്യം പറയാം, പൊട്ടക്കുഴി ഇല്ലെങ്കിൽ കൊട്ടാരം തുറക്കത്തില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ആ ഭാഗം ഇങ്ങനെ നിന്ന് ധ്യാനിച്ചു നോക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകം നോക്കിയാൽ ജോസഫിൻ്റെ വഴി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ലോകം നോക്കുമ്പോൾ ജോസഫ് സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ ഒറ്റപ്പെട്ടു. സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ പൊട്ടക്കുഴിയിൽ വീഴ്ത്തപ്പെട്ടു. സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ മിഥ്യാന്മാർക്ക് വിൽക്കപ്പെട്ടു. സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ മരുഭൂമിക്കകത്തുകൂടെ ഒരു ദാസനെ പോലെ, അടിമയെ പോലെ കടന്നുപോയി. സ്വപ്നം കണ്ടതുകൊണ്ട് മനുഷ്യൻ കാരാഗ്രഹത്തിൻ്റെ അകത്തേക്ക് പോയി. ലോകം നോക്കിയാൽ മണ്ണൻ, പരാതിതൻ, വലിയ സ്വപ്നമൊക്കെ പറഞ്ഞിറങ്ങിയവനാ. എന്തായിരുന്നു അവൻ്റെ പ്രസംഗം, അവൻ്റെ ചാട്ടം, കയ്യടി, തുള്ളൽ എന്തായിരുന്നു? ഇപ്പോ എന്താ എന്ന് ലോകം ചോദിക്കും. പക്ഷെ ചിരിച്ചുകൊണ്ട് സ്വർഗം പറയുന്നൊരു മറുപടിയുണ്ട്. പിശാചേ, നീ കാണുന്നത് അവൻ്റെ പൊട്ടക്കുഴിയാ. പിശാചേ, നീ കാണുന്നത് അവൻ്റെ മരുഭൂമിയാ. നീ കാണുന്നത് അവൻ്റെ കാരാഗ്രഹമാ. പക്ഷേ നീ കാണാത്തതൊന്നും ഞാൻ കാണുന്നുണ്ട്. എന്താ? ഇതേ വഴിയിലൂടെ തന്നെയാണ് അവൻ ഒരുക്കി വച്ച സിംഹാസനത്തിലേക്ക് അവൻ കയറപ്പെടാൻ പോകുന്നത്. ഇന്ന് പകലിൽ വിശ്വാസത്തിന്റെ വാഗ്ദത്തം കേട്ട ദൈവമൈതലേ, നിന്റെ യാത്രയ്ക്കകത്തുയരുന്ന പ്രതിസന്ധികൾ നിന്റെ തകർച്ചയല്ല, അത് നിന്റെ
ഹല്ലേലൂയ. അവര് പറഞ്ഞു, അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ, നാം അവനെ കൊന്ന ഒരു കുഴിയിൽ ഇട്ടുകൾ. നിങ്ങൾ നോക്കിയല്ലേ, സ്വന്തം സഹോദരനാണ്. അവൻ്റെ നാശം കാണാൻ അവൻ്റെ സഹോദരങ്ങൾ ആഗ്രഹിച്ചെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച ആത്മാവേദ ദൈവമക്കളെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാനൊരു ദൂത് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വ്യാപരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയണമെങ്കിൽ ഇന്ന് പകലിൽ നമ്മുടെ ഉള്ളിൽ ഉയരുന്ന ചിന്തയുടെ പ്രൈസ് ദി ലോർഡ് സ്വാധീനം എന്താണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആ ചിന്ത, ഉയരുന്ന ചിന്തകളെ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഉയർത്തുന്ന ആ സ്വാധീനം എന്തിൻ്റെയാണ്. അതിനെ ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞ് നിനക്ക് പുറത്താക്കാൻ കഴിഞ്ഞാൽ നീ ആത്മാവിൽ ജയിച്ചു കയറുവാനിടയായി തീരും. ഇന്ന് രാവിലെ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. പല ചിന്തകളുടെ പിന്നിലും വ്യാപരിക്കുന്ന ഒരു ആത്മതലമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇവർ പിന്നിൽ അതേ പ്രിസൽ ജോസഫിനെ തകർക്കാൻ പദ്ധതികൾ ഒരുക്കി കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം, ഒരു ദുഷ്ടമൃഗവനെ കൊന്നുകളഞ്ഞു എന്ന് നമുക്ക് അടുത്ത വാക്യം എങ്ങനെയാണ്? അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നം കൊടുത്തത് ആരാ? ദൈവം കൊടുത്ത സ്വപ്നത്തിനെതിരെ ആത്മതലത്തിൽ ഉയർന്ന വെല്ലുവിളിയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഒരു നിയോഗം ഇന്ന് രാവിലെ നിന്റെ മേലുണ്ടെങ്കിൽ ആ നിയോഗങ്ങളെ തകർക്കുന്ന പൈശാചിക പദ്ധതികൾ ആത്മമണ്ഡലത്തിന്റെ നടുവിൽ ഉയരാം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ദൈവമാണ് സ്വപ്നം തന്നതെങ്കിൽ ആരൊക്കെ അതിനെതിരെ പദ്ധതി ഒരുക്കിയാലും ആ പദ്ധതികളെ പൊളിക്കാൻ കഴിയുന്നവനാണ്. ഇന്ന് രാവിലെ സ്വപ്നം നിനക്ക് കൈമാറിയത് അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ പകലിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് വിശ്വസ്തനാണ്. നിന്റെ വിഷയത്തിനകത്ത് വിടുതല്ല. കർത്താവ് വിശ്വസ്തന. കാരണം നീ ഒരു ദർശനം ഏറ്റെടുത്തവനാണ്. നീ ഒരു ദൈവ പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവനാ. അതുകൊണ്ട് നിന്റെ വിഷയത്തിനകത്ത് കൈകാര്യം ചെയ്യാം. എന്റെ യേശു മതിയായവനാണ്. സ്വപ്നം ദൈവത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ വഴികളും ദൈവത്തിൻ്റെയാണ്. സ്വപ്നം ദൈവത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ പ്രൊവിഷനുകളും ദൈവത്തിൻ്റെയാണ്. ഇന്ന് പകലിൽ ദൂത് വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ മനസ്സിലാക്കണം, ഒരു വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ നീ പോകുന്ന വഴികൾ ദൈവം അറിയാതെയല്ല, ദൈവം അനുവദിക്കാതെയല്ല. ദൈവം അനുവദിക്കാതെയല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാം, ദൈവത്തിന്റെ കരം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് വചനം എഴുതി വെച്ചു, ജോസഫിനോട് കൂടെ യഹോവ ഇരുന്നെന്ന്. യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നെന്ന് നീ ചിന്തിക്കുന്നില്ലേ? പലതും നീ ജയിച്ചത് എങ്ങനെയെന്ന് വേറൊന്നുമല്ല, നിന്നോട് കൂടെ ആർക്കും കാണാൻ കഴിയാത്ത ഒരുവനുണ്ടായിരുന്നു. അവന്റെ സാന്നിധ്യമുണ്ടായിരുന്നു, അവന്റെ കരമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. വേഗത്തിൽ വരട്ടെ. ശ്രദ്ധിച്ച്, ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വപ്നം നിമിത്തം ചോദ്യം ചെയ്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്വപ്നത്തെ മുടിച്ചു കളയാൻ, ഇല്ലായ്മ ചെയ്യാൻ പിശാച് അവൻ്റെ സഹോദരന്മാരെ ഉപയോഗിക്കാൻ ഇടയായി. പക്ഷേ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റി. കർത്താവിന് നന്ദിയോടെ സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിയ പിശാച് നിന്നെ തകർക്കാൻ കൊണ്ടുപോകുന്ന പദ്ധതികളെ ദൈവം നിന്റെ വാഗ്ദത്തത്തിൽ എത്തിക്കാനുള്ള വഴികളാക്കി മാറ്റും. ദൂത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാത്താൻ നിന്റെ തകർച്ചയ്ക്ക് കൊണ്ടുവരുന്നതിനെ സ്വർഗം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്ന മഹത്വത്തിലാക്കി മാറ്റും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇന്ന് രാവിലെ ദൂത്
മനാജകന അടൽ മനഹംദരഗദനഗസിയാദനായ. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എടുക്കാൻ സമയമില്ല. ഉൽപ്പത്തി പുസ്തകം 50 വരുമ്പോൾ ആ ദൂതിൻ്റെ സഫലീകരണം, അതിൻ്റെ നിവർത്തീകരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോസഫിൻ്റെ സഹോദരന്മാർ അപ്പൻ്റെ മരണശേഷം ജോസഫിൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൂത് തന്നത് ദൈവമാണെങ്കിൽ, ആലോചന തന്നത് ദൈവമാണെങ്കിൽ, അതിനെ നിവർത്തിക്കാൻ ദൈവം വച്ചിരിക്കുന്നൊരു സമയമുണ്ട്. നീ വെയിറ്റ് ചെയ്തോ. നീ തകരരുത്, നീ തളരരുത്. ദൈവം നിന്റെ വാഗ്ദത്തത്തെ തുറക്കാൻ ദൈവം വച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്, ആ സമയമുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ഇന്ന് രാവിലെ സ്തുതിക്കുകയാണ്. പഴയ നിയമത്തിൽ വേറൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനും ഇതുപോലെ നിയോഗ നിമിത്തം നിഷേധിക്കപ്പെട്ടവനാണ്, അവഗണിക്കപ്പെട്ടവനാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. ഹലോ, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയത് ആര്? ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം മോശയെക്കുറിച്ചാണ് ആ ദൂത്. മോശയെക്കുറിച്ചാണ് ആ ദൂത്. താങ്ക് യു. അസാധാരണ നിയോഗമുള്ള മനുഷ്യനാണ് മോശ. അസാധാരണ നിയോഗമുള്ള മനുഷ്യൻ. വേദപുസ്തകത്തിൻ്റെ അകത്ത് കർത്താവ് സാക്ഷി പറഞ്ഞ പല ദൈവ മനുഷ്യരുണ്ട്. അതിൽ ശ്രേഷ്ഠനായി നിൽക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവ മനുഷ്യൻ. ഉന്നതമായ നിയോഗം തലയ്ക്ക് മുകളിൽ വെളിപ്പെട്ടു നിൽക്കുമ്പോഴും തിരശ്ശീലകളുടെ പിന്നിലേക്ക് എവിടെയോ സാഹചര്യം കൊണ്ട് മറയപ്പെടേണ്ടി വന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ഞാനിതിലൊക്കെ പറയുമ്പോൾ പ്രവചന ശബ്ദമുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ ഉന്നതമായ നിയോഗങ്ങൾ തലയ്ക്ക് മുകളിൽ കിടക്കുമ്പോഴും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഏതൊക്കെയോ തിരശീലകൾക്കകത്തേക്ക് മനുഷ്യൻ മറയപ്പെട്ടു. 40 വർഷങ്ങൾ ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പിശാച് വിധി എഴുതി, സമൂഹം വിധി എഴുതി. മിസ്രൈമ്യ മണ്ഡലങ്ങൾ ഹല്ലേലൂയ പ്രൈസലോ അവൻ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് അത് സമാധാനിച്ചു. പക്ഷേ വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് പർവ്വതത്തിൻ്റെ മുകളിൽ ഒരിക്കലിറങ്ങി വന്ന തേജോമയനായ ദൈവം മോശ എന്ന് പറയുന്ന പരാജിതനെ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ചു കയറ്റി. ഒരു അസാധാരണ ദൈവസാന്നിധ്യം ഇന്ന് രാവിലെ ഇവിടെ ചലിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര പ്രസൻസ് ഇന്ന് രാവിലെ ഇവിടെ ചലിക്കുന്നുണ്ട്. ഇതൊരു വിടുതലിൻ്റെ പകലാണ്. നിങ്ങൾ അടങ്ങിയിരിക്കരുത്, നിങ്ങൾ ആത്മാവിൽ സ്വീകരിക്കാനിരിക്കണം. ഇതൊരു ഭയങ്കര ദൈവപ്രവൃത്തിയുടെ പകലാണ് കേട്ടോ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം അടയാളം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുകയാണ്. ശ്രദ്ധിച്ചേ, വചനം പറയുകയാണ്, ആ തിരശ്ശീലകളുടെ പിന്നിലേക്ക് മറഞ്ഞിരുന്നവൻ, യിത്രോവിന്റെ കൂടാരങ്ങൾക്കകത്ത് ഒതുങ്ങിപ്പോയെന്ന് ശത്രുവിധി എഴുതിയവൻ, ഹല്ലേലൂയ, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയും കർത്താവുമാക്കി വെച്ചതെന്ന് ഒരു തലമുറ ചോദ്യം ചെയ്തതിന്റെ മുമ്പിൽ പകച്ചുപോയവൻ, ആരോടും അനുവാദം ചോദിക്കാതെ അരമനയ്ക്കകത്തേക്ക് കയറാതെ അതുവരെ അമ്മയെന്ന് പറഞ്ഞു വിളിച്ച അതിലെ ഫറവോന്റെ പുത്രിയോട് അനുവാദം ചോദിക്കാതെ പ്രാണരക്ഷാർത്ഥം ദേശം വിട്ടോടിപ്പോകേണ്ടി വന്ന മനുഷ്യൻ. ആ മനുഷ്യന്റെ 40 വർഷം മോശ എന്ന് പറയുന്ന മനുഷ്യനെ ഓർക്കാൻ താല്പര്യമില്ല. കാരണം അത് ജയത്തിന്റെ കാലഘട്ടങ്ങളായിരുന്നില്ല, അത് പരാജയത്തിന്റെ കാലഘട്ടങ്ങളായിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയാം, വിളിയുള്ള നിനക്കൊരുപക്ഷേ ലോകമിട്ട ഒരു പരാജയത്തിന്റെ കാലഘട്ടം വന്നെന്ന് നിനക്ക് തോന്നാം. പക്ഷെ അത് പരാജയമല്ല, അത് നിന്റെ അകത്തൊരു വലിയ പരിവർത്തനം നടക്കുന്ന സമയങ്ങളാണ്. അത് ഒരു വലിയ തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരുന്ന സമയങ്ങളാണ്. ഒരു അസാധാരണമായ നിയോഗത്തിലേക്ക് സമർപ്പിക്കപ്പെടാൻ നിന്നെ ഒരുക്കുന്ന കാലഘട്ടങ്ങളാണെന്ന് ഇന്ന് രാവിലെ അത് വിശ്വസിക്കുന്നവർ ആത്മാ
മോശയ്ക്ക് ചോദിക്കാനില്ലേ, എൻ്റെ കർത്താവേ, വിളിയുള്ള എൻ്റെ മേൽ എന്തിനാ ഇങ്ങനെ ഒരു വലിയ പരിശോധന? തമ്പുരാനൊരു മറുപടിയും പറയുകയില്ല. സംഘർഷങ്ങളുടെ നടുവിൽ ചില സമയം ദൈവം മിണ്ടല്ല. ദൈവമക്കളെ, 40 വർഷം ലോകത്തിൻ്റെ മുമ്പിൽ മോശ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചിത്രമില്ല. ദൈവമക്കളെ, ഏതോ ഒരു കൂടാരത്തിനകത്തൊരു മിദ്യാന പുരോഹിതൻ്റെ ഭവനത്തിനകത്ത് ആ മനുഷ്യൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് വിധേയപ്പെട്ടു കൊടുക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ. ശക്തമായ ദൂത് കിടക്കുക, ശക്തമായ വാക്തത്വം കിടക്കുക, ഉന്നതമായ അധികാരം കിടക്കുക, അസാധാരണ നേതൃപാഠവും തമ്പുരാൻ ഹല്ലേലൂയ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഇതുവരെ അത് തുറന്നു വന്നിട്ടില്ല. ഞാൻ പറയാം, വാക്തത്വം തുറന്നു വരുന്നത് വരെ നീ പലയിടത്തും വിധേയപ്പെട്ടു പോയെന്ന് വരാം. പക്ഷെ എപ്പോൾ നിന്റെ വാക്തത്വം തുറക്കുന്നുവോ, ഇന്ന് പകൽ ഞാൻ പറയാം, ഒരു വിത്തിന്റെ പുറന്തൂട് പൊട്ടുന്നത് പോലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന സമയമുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാവിലെ ആത്മാവിലെ ദൂതനെ ഏറ്റെടുക്കുക. ആ വചനത്തിന്റെ ശക്തി ഈ പകൽ ഇതിനകത്ത് ചലിക്കുക. യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ മനുഷ്യനെ സ്വർഗം പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിക്കുമ്പോൾ താഴ്വാരത്തിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ മേൽ കിടക്കുന്ന നിയോഗം നമുക്കറിയാം. ലക്ഷക്കണക്കിന് ആളുകളെ നടത്താൻ, ജനത്തെ നടത്താൻ വിളിയുള്ളവനാണ് മോശ. ആ മോശ തിരുവെടുത്ത് പറയുകയാണ്, അവൻ താഴ്വാരത്തിൽ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നിരുന്നു. ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നിരുന്നു. നിങ്ങളെന്നെ ശ്രദ്ധിക്കണമേ, നിങ്ങളെന്നെ ശ്രദ്ധിക്കണം. ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ വർഷം 40 ഇന്നും സ്വന്തമെന്ന് പറയാൻ ഈ മനുഷ്യനൊന്നും ഇല്ല. അപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് നടക്കുന്നവൻ, സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്ത മനുഷ്യൻ. പ്രീശലോ, പക്ഷേ ഈ മനുഷ്യൻ്റെ മേൽ കിടക്കുന്നത് ഉന്നതമായ നിയോഗമാണ്. ഞാൻ പറയാം, വലിയ ദൈവിക പദ്ധതി നിന്റെ മേൽ വെളിപ്പെട്ടു നിൽക്കുമ്പോഴും നിന്റേതെന്ന് പറയാൻ ഇന്ന് പകലിൽ ഒന്നുമില്ലാത്ത ഏതൊക്കെയോ സാഹചര്യത്തിന്റെ പരിമിതികളിൽ നീ ഒതുങ്ങിപ്പോയെങ്കിൽ ഈ പകലിൽ അതൊരു യാദർശികമായി നീ കാണരുത്. അതിനകം നിന്ന് രാവിലെ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നിടത്താണ് ദൈവിക വാഗ്ദത്തത്തിന്റെ ശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങുന്നത്. ഇന്ന് രാവിലെ അത് വിശ്വസിക്കുന്നവർ ആത്മാവിലെ വചനം ദൈവം തൊടുന്നു. കർത്താവ് ഇന്ന് രാവിലെ ചിലതിനെ തൊടുകയാണ്. നിന്റെ വാഗ്ദത്തങ്ങൾ തുറന്നു വരും. സാന്നിധ്യമിറങ്ങുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് ഒരുവന് വിളി വന്നു. ആ വിളി എപ്പോ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടും കേട്ടോ. നിയോഗമുള്ള ദൈവദാസന്മാരെ, സഹോദരങ്ങളെ,
ഏതൊക്കെയോ പരിമരുത്ത പരിമിതപ്പെട്ട താഴ്വാരങ്ങളിൽ നീ ഒതുങ്ങിപ്പോയെന്ന് കാലം വിലയിരുത്തുമ്പോ വിളിയുള്ള നീ മടുക്കരുത്, വിളിയുള്ള നീ ക്ഷീണിക്കരുത്. നിന്റെ കാതിനകത്ത് ഒരു ഉയരത്തിന്റെ വിളി വരാൻ പോകുന്നുണ്ട്, ഒരു ഉയരത്തിന്റെ വിളി വരാൻ പോകുന്നുണ്ട്, ഒരു ഉയരത്തിന്റെ വിളി വരാൻ പോകുന്നുണ്ട്. ആ വിളി നിന്റെ കാതിൽ മുഴങ്ങിയ നിന്റെ പൊസിഷൻ ചേഞ്ച് ആകും, നിന്റെ നിയോഗം തിരിയോ, നിന്റെ യാത്ര തിരിയോ, നിന്റെ അവസ്ഥകൾ മാറും. ഓ ഇന്ന് രാവിലെ അതോട് വിശ്വസിക്കുന്നവൻ വചനത്തെ ആത്മാവിൽ ഇന്ന് രാവിലെ ചേഞ്ചാക്കും, ആത്മസാന്നിധ്യം നിന്നെ ചേഞ്ചാക്കും. ഇന്ന് പകലിന്റെ പരാജയങ്ങൾ അത് ജയമാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ച ഈ പകലിൽ ഇതിനകത്ത് കൈമാറപ്പെടുകയാ. അത് വിശ്വസിക്കുന്നവരുടെ ആത്മാവിന്റെ രാവിലെ അത് കൈമാറും. അഭിഷേകം എന്ന് രാവിലെ നിന്നെ തൊടുകയാണ്. ഈ പകലിൽ വിളിയുള്ള നിന്റെ ലൈഫ് തിരിയുന്നത് അഭിഷേകത്തിന്റെ പകർച്ചയില്. കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? വിശാലേ, നീ ഫറവോനിൽ ഇടപെട്ട് ഭീഷണി ഉയർത്തി മോശയെ ഓടിച്ചാൽ 40 വർഷം കഴിഞ്ഞാലും ഒറ്റ കൂട്ടിമുട്ടലിൽ എനിക്കവനെ തിരിക്കാൻ പറ്റും. അതുകൊണ്ട് പല പിന്മാറ്റക്കാരെ കാണുമ്പോൾ നമ്മൾ കുറ്റം പറയരുത്. ഒറ്റ കൂട്ടിമുട്ടൽ മതി അവൻ തിരിയാൻ. ആരെയും ദൈവത്തിന് തിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. അതിനൊറ്റ സന്ദർശനം മതി. നിങ്ങൾ കണ്ടോ, പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങി വന്ന സർവശക്തന് മോശയോട് പറയാൻ ഒറ്റ ദൂതയുള്ളൂ. മോശേ, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഞാൻ ഇസഹാക്കിന്റെ ദൈവം, ഞാൻ യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ മോശെ ഞാൻ ദൈവമാണ്. ഇന്നലകളിൽ പിതാക്കന്മാരെ നടത്തിയ ദൈവമാണ് ഇപ്പോൾ ഇറങ്ങി വന്ന് നിൽക്കുന്നത്. നിന്റെ ജീവിതത്തിൽ സകലരാലും പരാജയപ്പെട്ടു പോയവനാണ് നീ എങ്കിൽ, നീ നിന്നിൽ തന്നെ പരിമിതപ്പെട്ടു പോയവനാണെങ്കിൽ ഇന്ന് പകൽ മോശ എനിക്കും നിന്നോട് പറയാനുള്ളത്, ആ പരിമിതപ്പെട്ട നിന്നിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. അത് ഞാൻ അബ്രഹാമിന്റെ ദൈവം. സാഹചര്യങ്ങളുടെ പരിമിതികൾക്കകത്ത് ഇന്ന് രാവിലെ ഒതുങ്ങിപ്പോയെന്ന് നിന്റെ ഉള്ളം പറയുന്നുണ്ടോ? സാരമില്ല, ഇവിടെ വരുവാൻ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവന് നിന്റെ പരിമിതി വിഷയമല്ല, അവന് നിന്റെ പരാജയ വിഷയമല്ല, അവന് പകരത്തിന്റെ കുറവുകൾ വിഷയമല്ല. അവന് രാവിലെ പ്രവർത്തിക്കാൻ എന്റെ ദൈവം ആമേൻ. നിങ്ങൾ കണ്ടോ, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് മോശ കയറി ചെന്നു. കയറി ചെല്ലുന്ന മോശ കയറി ചെല്ലാനിടയായ സാഹചര്യം നമുക്കറിയാം. കത്തുന്ന മുൾപ്പടർപ്പ്,
ആ മുൾപ്പടർപ്പിൽ ഇറങ്ങി നിൽക്കുന്ന തീയാണോ മോശയെ സ്വാധീനിച്ചത്? അല്ല ദൈവമക്കളെ, തീയല്ല. പിന്നെയോ തീക്കകത്തെ ദർശനം. വചനം പറയുന്നത് മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, പക്ഷേ അത് വെന്തു പോകുന്നില്ല. തീയുടെ സ്വഭാവം, തീ ഒന്നിനെ കത്തിച്ചാൽ സ്വഭാവം അനുസരിച്ച് ആ ഏതിനെയാണോ കത്തിക്കുന്നത് അത് കത്തിച്ചാമ്പലാകും. തീയെ വേറൊന്നിനെ സ്വാധീനിക്കാൻ കഴിയല്ല. തീ ഇറങ്ങുന്ന ഇടം തീ സ്വാധീനിക്കും. ഹല്ലേലൂയ. പക്ഷേ മോശ കണ്ടത് ആ തീയുടെ സ്വഭാവത്തെ പോലും ജയിക്കുന്ന ഒരു ദർശനം അതിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്നു. ആ കാഴ്ചയാണ് മോശയെ സ്വാധീനിച്ചത്. മോശയോട് പറയുന്ന പദം നിങ്ങൾ കണ്ടു. ഈ വലിയ കാഴ്ച മോശ ഇതുവരെ കണ്ടിട്ടില്ലത്. മോശ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ കാണാത്തൊരു കാഴ്ച മോശ കണ്ടപ്പോൾ അതിൻ്റെ കാരണം തേടി കയറിപ്പോയവനാ മോശ കേട്ടു. അത് ദൈവസാന്നിധ്യമാണെന്നോ ദൈവിക ഇടപെടലുകളുടെ മുഹൂർത്തമാണെന്നോ ഒന്നും മോശയ്ക്കറിയില്ല. ഒരു കാഴ്ച കാണാൻ കയറി ചെന്ന മോശയെ കാലഘട്ടത്തിൻ്റെ നിയോഗം പകർന്ന് മടക്കി അയച്ചൊരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ സാധ്യതകളെ നീ തിരിച്ചറിയണം. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥന നടക്കുന്നത് കൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ വന്ന് ആരാധന കൂടി പോകാനാണ് വന്നതെങ്കിൽ ഇന്ന് പകൽ നീ അറിയണം, നീ നിൽക്കുന്നിടത്ത് അസാധാരണ പതർച്ചകൾ നടക്കുന്ന ഇടമാണ്, അസാധാരണ കൈമാറ്റങ്ങൾ നടക്കുന്ന ഇടമാണ്. ദൈവത്തിന് ഇന്ന് രാവിലെ നിന്റെ മേൽ ഉന്നതമായത് ചിലത് കൈമാറാനുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ ആ ദൂതിന് ആമേൻ പറഞ്ഞ് കയറി നിൽക്കുക. ഒരുപക്ഷെ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് അടുത്തൊരു ജനറേഷന്റെ മേൽ കൈമാറാനുള്ളത് ദൈവം നിന്നെ ഏൽപ്പിക്കുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഒരുപക്ഷെ അത് ദൈവത്തിന്റെ മേൽ പകരാം. അത് കൊതിക്കുന്നവന്റെ മേൽ ഇന്ന് രാവിലെ ദൈവം അത് പകരട്ടെ. അത് വിശ്വസിക്കുന്നവർ ഈ പകലിൽ ആത്മാവിലെ ദൂതനെ സ്വീകരിക്കുക. ആമേൻ, 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 ആമേൻ. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ചെന്ന മോശയെ ആ തീക്കകത്തിരുന്നു കൊണ്ട് തമ്പുരാൻ വിളിച്ചത് മോശെ എന്ന് തന്നെയാണ്. ഹലോ, തമ്പുരാൻ വിളിച്ചത് മോശെ എന്ന് തന്നെയാണ്. ക്രൈസ്തലോ, ഇനി ഒരിക്കലും ആ പേര് ആരും തന്നെ വിളിക്കരുതെന്നാണ് മോശ ചിന്തിച്ചത്. ആരും അതറിയരുത്. തന്നെ അറിയാതിരിക്കാനാണ് മോശ യിത്രോവിൻ്റെ കൂടാരത്തിൽ ഒതുങ്ങിയത്. ഞാൻ പറയാം, 40 വർഷം നീ നിന്റെ പേര് മറച്ചു വച്ചാലും വിളിക്കേണ്ടവൻ വിളിക്കുന്ന സമയമായാൽ നിന്റെ പേര് പുറത്തു വരും. നിന്റെ പേര് പുറത്തു വരും. ആരൊക്കെ മറച്ചു വച്ചാലും വിളിയുള്ളവനെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് പ്രതിസന്ധികൾക്കകത്ത് ഒതുക്കിയാലും, അത് താഴ്വാരങ്ങളിൽ ഒതുക്കിയാലും, അത് കൂടാരങ്ങളിൽ ഒതുക്കിയാലും നിന്നെ ഒതുക്കത്തില്ല. അതുകൊണ്ട് വചനം പറയുന്നത് വിളക്ക് കത്തിച്ച് പറയുകയല്ല, അത് തന്നിൽ മേലെ പ്രവഹിക്കേണ്ടത്. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ച നിന്റെ പൊസിഷൻ ചേഞ്ച് ആവും കേട്ടോ. ഇന്ന് രാവിലെ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മോശ എന്ന് പറയുന്ന മനുഷ്യൻ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കാഴ്ചക്കാരനെ പോലെ കയറി ചെന്നപ്പോൾ തമ്പുരാൻ ആ തീക്കകത്തുനിന്ന് വിളിച്ചു, മോശേ, അല്യ മോശേ. മോശ ഞെട്ടിപ്പോയി. മോശ വിളിച്ചിട്ട് തമ്പുരാൻ പറയാം, മോശേ, നീ നിൽക്കുന്ന ഇടം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരിപ്പ് അഴിച്ച് മാറ്റുവിൻ. ദൈവത്തിന് സ്വത്രം. സാന്നിധ്യം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടാൽ ആദ്യം നടക്കുന്നത് ഒരു ശുദ്ധീകരണമാണ്.
Praise the Lord. ദൈവ ശബ്ദം കേട്ട് ശുദ്ധീകരിക്കപ്പെടാൻ ഒരുവൻ തയ്യാറാണെങ്കിൽ അടുത്തത് സംഭവിക്കാൻ പോകുന്നത് നിയോഗത്തിന്റെ കൈമാറ്റമാണ്. രാവിലെ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ദൈവ ശബ്ദത്തോട് അടുത്ത് ചെല്ലുന്നവരോട് കർത്താവ് പറയുന്നത്, നീ ആദ്യം ശുദ്ധീകരിക്കുക. നീ നിയോഗമുള്ളവരാണ്. നീ ഇന്ന് പകൽ ദൈവ പദ്ധതിയുള്ളവരാണ്. അതുകൊണ്ട് ആ പദ്ധതിക്ക് വേണ്ടി നീ ഇന്ന് പകലിലൊന്ന് ശുദ്ധീകരിക്കപ്പെടാൻ ഏൽപ്പിച്ച അത്ഭുതത്തിന്റെ നിയോഗം പകരുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ക്ഷമിച്ചേ. അതിനെ പറയുന്നത് തമ്പുരാൻ മോശയുടെ മേൽ കർത്താവിൻ്റെ നിയോഗം പോർന്നു. മോശ അവിടെ നിന്ന് ഒഴിവാകാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ മോശ നടത്തി. നമുക്കറിയാം, ഭാഗങ്ങൾ വിവരിക്കാൻ സമയമില്ലല്ലോ. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, മോശേ, ഞാൻ നിന്നെ ആ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി കണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നിന്നെ ഞങ്ങൾക്ക്, അവർ ചോദിച്ച ചോദ്യം എന്താ? നിന്നെ ഞങ്ങൾക്ക് നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവൻ ആർ? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മറുപടിക്ക് ഈ മനുഷ്യൻ 40 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ആരാന്ന് പറയാൻ മോശയ്ക്ക് പറ്റിയോ? ഇല്ല, മോശയ്ക്ക് പറ്റിയില്ല. പക്ഷേ 40 വർഷം കഴിഞ്ഞ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ, അടുത്ത വാക്യം, അതും എത്ര പേർക്ക് മനസ്സിലായി? 40 വർഷം മുമ്പ് ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കി വെച്ചത് ആരാന്ന് പറയാൻ മോശക്കുണ്ടോ? അന്നില്ല. ആരാന്ന് പറയാനുള്ള ജ്ഞാനമില്ല മോശയ്ക്ക്, കഴിവില്ല മോശയ്ക്ക്. അതുകൊണ്ടാണ് ആ ചോദ്യം ഉയർന്നപ്പോൾ മറുപടി പറയാനില്ലാത്തത് പോയത് കൊണ്ട് മോശ ദേശം വിട്ട് ഓടിപ്പോന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അതേ ഓടിപ്പോന്നിടത്തേക്ക് 40 വർഷം കഴിഞ്ഞ് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയുമായി ഒരുവൻ അയക്കുക. ചില ചോദ്യത്തിൻ്റെ മറുപടിക്ക് കാലതാമസം വരാം. പക്ഷെ നീ വെയിറ്റ് ചെയ്താൽ നിന്റെ മുമ്പിൽ നീ ഭയപ്പെട്ട ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി എവിടെ നിന്ന് നിന്നെ ഓടിച്ചോ അവിടേക്ക് ദൈവം നിന്നെ മടക്കിയേക്കും. അത് കർത്താവിന്റെ വിശ്വസ്തതയാ. നിയോഗം നിമിത്തം നീ എവിടെയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്? എവിടെയാണ് നീ അപമാനിക്കപ്പെട്ടത്? ഇന്ന് പകലിൽ നിന്റെ നിയോഗത്തെ തെളിയിക്കുന്ന സമയമുണ്ട്. നമ്മുടെ ദൂത് മോശ എന്ന് പറയുന്ന മനുഷ്യനെതിരെ ചോദിച്ച ചോദ്യം നിയോഗത്തിനെതിരെയായിരുന്നു. എന്താണ്? നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കി വെച്ചതാര്? മോശയെ ന്യായകർത്താവായി വിളിച്ചത് ദൈവമാണ്. പക്ഷേ അത് ചോദ്യം ചെയ്തവന്റെ മുമ്പിൽ അപ്പോൾ മറുപടി പറയാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷേ 40 വർഷം കഴിഞ്ഞ് പ്രാപ്തനാക്കി തമ്പുരാൻ മോശയെ അങ്ങോട്ട് അയച്ചു. നീ തോറ്റുപോയിടത്ത് നിന്നെ പ്രാപ്തനാക്കി നിർത്തുന്നൊരു ദൈവമുണ്ട്. ഓ, എത്ര പേരിവിടെ ഉണ്ട്? നീ പരാജയപ്പെട്ടു പോയിടത്ത് ഇന്ന് പകലിനെ ജയിപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നീ അവഗണിക്കപ്പെട്ടിടത്ത് നിന്നെ അംഗീകരിക്കത്തക്ക നിലവാരങ്ങളിൽ നിന്നെ നിർത്തുന്ന ഒരു കർത്താവുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. മോശയെ ദൈവം തെളിയിച്ചു, ജോസഫിനെ ദൈവം തെളിയിച്ചു. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുക, സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു വലിയ പ്രതിസന്ധി ഉയർന്നു. പ്രതിസന്ധി എന്ന് പറഞ്ഞ ചിലർ അധികാരങ്ങളോട് മറുതളിച്ചു. അവർ പറഞ്ഞു, ആലയത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് അഹരോനെ മാത്രമല്ലല്ലോ ദൈവാക്കി വെച്ചിരിക്കുന്നത്, നിങ്ങളിങ്ങനെ നിങ്ങളെ തന്നെ ഞങ്ങൾക്ക് മുമ്പിൽ വലിയവരായി ചിത്രീകരിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞ് മോശയോടും അഹരോനോടും ഒരു കൂട്ടം എതിർത്തു. നമുക്കറിയാം, കോരഹും തൻ്റെ കുടുംബം, അവരെ ദൈവം
വാവിളർന്ന്, ഭൂമിയുടെ വാവിളർന്ന് അതിനകത്തേക്ക് ദൈവം വലിച്ചിട്ടെന്ന് വചനമുണ്ട്. അധികാരങ്ങളോട് മറുതളിക്കരുതെന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് തരുന്ന താക്കീതാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സമയത്ത് തമ്പുരാൻ അടുത്ത അധ്യായത്തിൽ 17-ാം അധ്യായത്തിൽ മോശയോട് കർത്താവ് പറയുകയാണ്, മോശേ നീ ഒരു കാര്യം ചെയ്യണം. എന്താ? 12 ഗോത്രങ്ങളോട് പറയണം 12 വടി കൊണ്ടുവരാൻ. അല്ലെങ്കിൽ 12 വടി വാങ്ങണം. എന്നിട്ട് ഓരോരുത്തൻ്റെ വടിമേലും പേരെഴുതണം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പേരെഴുതണം. ലേവിയുടെ വടിമേലോ അഹരോൻ്റെ പേരെഴുതണം. സ്തോത്രം. എന്നിട്ട് സമാഗമന കൂടാരത്തിൽ സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ മുമ്പിലേക്ക് വടി കൊണ്ടുവന്ന് വെക്കണം. മോശ അത് പറഞ്ഞതുപോലെ അതിലെ വടി കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ ചാരെ വടി വെച്ചു. നമുക്കറിയാം എന്തു സംഭവിച്ചെന്ന്. തലേ രാത്രി കൊണ്ടുവച്ച വടി മണിക്കൂറുകൾക്കകത്ത് തിരുവെടുത്ത് പറയുന്നത് അഹരോൻ്റെ വടി ഹല്ലേലൂയ പ്രൈസ് തളിർത്തു, അത് പൂത്തു, അത് ഫലം കായ്ച്ചു. ചരിത്രം പറയുന്നത് 12 വർഷം കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സ് ഒറ്റ രാത്രി കൊണ്ട് സ്വന്തം ചെയ്യണം. ഞാനൊരു ദൂത് പറയാം. വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ അത് വെളിപ്പെടാൻ ഒരു പക്ഷേ നീ കാലങ്ങൾക്കത് കാത്തിരിക്കണം. വെളിപ്പെടുത്താൻ ദൈവം ഇറങ്ങിയാൽ സെക്കൻഡുകൾക്കകത്ത് ആ ദൂതന് വർദ്ധിക്കാൻ ഇന്ന് രാവിലെ എന്റെ ദൈവം വിശ്വസ്തന പെട്ടെന്ന് ചിലത് സമ്മതിക്കാൻ പോകുന്നത് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആ വചനം വിശ്വസിക്കുന്നവർ ഇന്ന് രാവിലെ ആത്മാവിൽ ആ ദൂതിനെ പിടിക്കട്ടെ. വർഷങ്ങൾ കൊണ്ട് നടക്കാത്തത്, കാലങ്ങൾ കൊണ്ട് നടക്കാത്തത് നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ഇന്ന് പകലിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം ഇതിന്റെ നടുവിൽ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പസമയങ്ങൾ ആ കരങ്ങൾ തട്ടി ആത്മാവിൽ ആ ദൂതനെ ഒന്ന് സ്വീകരിക്കുക. വേഗത്തിൽ ഞാൻ മുൻപോട്ട് വരാം. ശ്രദ്ധിക്കൂ. ചോദ്യം ചെയ്യപ്പെടപ്പെട്ടിടത്തെല്ലാം തമ്പുരാൻ തെളിവ് നൽകിയിട്ടുണ്ട്. ദൈവം ചോദ്യം ചെയ്തവരെല്ലാം ഓണർ ചെയ്തിട്ടുണ്ട്. നിന്നെ ഉയർത്തുന്നത്, നിന്നെ ഓണർ ചെയ്യുന്നത് മനുഷ്യനല്ല. നീ വെയിറ്റ് ചെയ്യണം. നീ വെയിറ്റ് ചെയ്താൽ ദൈവം നിന്നെ തെളിയിക്കും. നീ ജോലി ചെയ്യുന്നിടത്ത് ദൈവം നിന്നെ തെളിയിക്കും. നീ നിൽക്കുന്ന രാജ്യത്ത് ദൈവം നിന്നെ തെളിയിക്കും. നമ്മൾ പറയാറില്ലേ, കർത്താവേ ഞാനൊരു ദൈവവൈതലാണെന്ന് അവൻ്റെ മുമ്പിലൊന്ന് തെളിയിക്കണം. ചർച്ചക്കാരുടെ ഇടയിൽ, സ്വന്തക്കാരുടെ ഇടയിൽ, പ്രിയപ്പെട്ടവരുടെ ഇടയിൽ, ദേശക്കാരുടെ ഇടയിൽ ദൈവനാമം നിമിത്തം എവിടെങ്കിലുമൊക്കെ നീ അപമാനിക്കപ്പെട്ടോ, നീ ഒറ്റപ്പെടപ്പെട്ടോ, ചോദ്യം ചെയ്യപ്പെട്ടോ, സാരയില്ല. മറുപടി പറയരുത്, പ്രതികരിക്കരുത്, വെയിറ്റ് ചെയ്യുക. ചോദ്യം ചെയ്തവരെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, ഹല്ലേലൂയ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന അത് പ്രിയപ്പെട്ടവർക്കായി ഞാൻ ഇന്ന് രാവിലെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. ദൂതലേക്ക് വരാം. വചനം ഇവിടെ വായിക്കുന്ന റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിർണയിക്കപ്പെട്ടു. എന്താണ് നിർണയിക്കപ്പെട്ടത്? ദൈവപുത്രനെന്ന് നിർണയിക്കപ്പെട്ടു. ശക്തിയോടെ തെളിയിക്കപ്പെട്ടു. ശക്തിയോടെ തെളിയിക്കപ്പെട്ടു എന്ന് വചനം പറയുമ്പോൾ ആ ദൂതിന് നമുക്കറിയാം എവിടെയോ പുത്രത്വത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ദൂതൻ. പുത്രത്വത്തെ ചോദ്യം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്തേക്ക് നിങ്ങൾ വരുമ്പോൾ വചനം പറയുന്ന 1-ാം വാക്യത്തിൽ, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. നമുക്കറിയാം. 2-ാം വാക്യം, അപ്പം 40 പകലും
40 രാവും ഉപവസിച്ച ശേഷം യേശുവിന് വിശന്നു. അപ്പോൾ വിശന്നപ്പോൾ, അതാണ് അപ്പോൾ പറഞ്ഞാൽ ഒരാവശ്യത്തിൻ്റെ മുമ്പിൽ യേശു വന്നു. ആ ആവശ്യം പരിഹരിക്കാനുള്ള സാധ്യതയുമായി സാത്താൻ വന്നു. മനസ്സിലാക്കണം, ചിലത് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്കത് വിവേചിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ദൈവത്തിന് സ്തോത്രം. നിന്റെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്നത് നിന്റെ നിലപാടിനെ ദൈവത്തിനൊന്ന് അറിയാനാണ്. ഇത് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ മുമ്പിലേക്ക് സാത്താൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആ ആവശ്യത്തെ പരിഹരിക്കാൻ പര്യാപ്തമായ ഒരു സംവിധാനവുമായി യേശുവിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഈ കല്ല് അപ്പമായി തീരുവാൻ, നിങ്ങൾക്കറിയില്ലേ, അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. എങ്ങനെയെങ്കിൽ നീ ദൈവപുത്രൻ എങ്കിൽ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സാത്താൻ വാസ്തവത്തിൽ യേശുവിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടുന്നത് കല്ലപ്പമാക്കുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയല്ല. ഇതൊരു തെളിവ് ചോദ്യമാണ്. എന്താ തെളിയിക്കപ്പെടേണ്ടത്? നീ ദൈവപുത്രൻ ആണോ? ഹല്ലേലൂയ. നീ ദൈവപുത്രൻ ആണോ? ആണെങ്കിൽ തെളിയിക്കണം. ആരുടെ മുമ്പിൽ? എനിക്ക് തോന്നുന്നു നിങ്ങൾ ക്ഷീണിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ തെളിയിക്കണം. ആരുടെ മുമ്പിൽ? എൻ്റെ മുമ്പിൽ. എൻ്റെ മുമ്പിൽ. പലപ്പോഴും നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തിനെതിരെ സാത്താൻ തന്ത്രം ഒരുക്കി വരുന്നത് നിന്നെ തകർക്കാൻ വേണ്ടിയാണ്. നിന്റെ നിയോഗങ്ങൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ പിശാചൊരുക്കുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞു പ്രതികരിക്കാൻ കഴിഞ്ഞാൽ നീ വിജയിച്ചു. ആത്മാവ് ഇന്ന് രാവിലെ എന്താ പറയുന്നതെന്നറിയാമോ? പ്രലോഭനങ്ങളെ അതിജീവിക്കുക. പാപത്തിന്റെ പ്രലോഭനങ്ങൾ നിന്നെ തകർക്കാൻ, നിന്റെ വാഗ്ദത്തങ്ങളെ ഉടച്ചു കളയാൻ, നിന്നിലെ ദൈവിക അഭിഷേകത്തെ ചോർത്തിക്കളയാൻ അതേ പിശാച് തന്ത്രപരമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെ ജയിക്കണമെങ്കിൽ ഇന്ന് രാവിലെ നീ ആരാണെന്നൊരു തിരിച്ചറിവ് നിന്നെ ഭരിക്കട്ടെ. ഇന്ന് പകലിൽ ആ ദൂതച്ചെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയോ. പലതിൻ്റെ പിന്നിലും പ്രലോഭനമാണ്. പാപം ചെയ്യാൻ നിന്നെ പ്രലോഭിപ്പിക്കും. ദൈവവചനം വിട്ട് നടക്കാൻ നിന്നെ പ്രലോഭിപ്പിക്കും. പ്രാർത്ഥിക്കാതെ ഇരിക്കാൻ നിന്നെ പ്രലോഭിപ്പിക്കും. ദൈവശബ്ദത്തോട് വിഘടിപ്പിക്കാൻ നിന്നെ പ്രലോഭിപ്പിക്കും. അധികാരങ്ങളോട് മറുതലിക്കാൻ നിന്നെ പ്രലോഭിപ്പിക്കും. പ്രലോഭനങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്നത് പൈശാചികമായ സ്ട്രാറ്റജിയാണെന്ന് ഇന്ന് രാവിലെ ആത്മാവ് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കുക. പിശാചിന്റെ സ്ട്രാറ്റജി അതാ, പ്രലോഭിപ്പിക്കും. ഇതിന്ന് തുടങ്ങിയതാണോ? അല്ല, ഇത് മനുഷ്യനുണ്ടായ കാലത്ത് തുടങ്ങിയതാണ്. ഏദൻ തോട്ടത്തിൻ്റെ അകത്തേക്ക് വന്നിട്ട് പിശാച് പറഞ്ഞു, തോട്ടത്തിൻ്റെ അകത്തുള്ള ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ ഉടനെ പറഞ്ഞു, തിന്നരുതെന്ന് മാത്രമല്ല, വായിച്ചിട്ടില്ലേ? തിന്നരുതെന്ന് മാത്രമല്ല തൊടരുതെന്നും കൂടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കർത്താവ്? ഇല്ല, തൊടരുതെന്നും കൂടെ. ഉടനെ സാത്താൻ എന്താ പറഞ്ഞേ? ദൈവം നിന്നോട് കള്ളം പറഞ്ഞതാ, ദൈവം നിന്നോട് കണ്ടോ എന്ന് പറഞ്ഞാൽ പിശാച് പറയും, ദൈവം കള്ളം പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞു. അതാ പിശാചിൻ്റെ തന്ത്രം. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ആത്മാർത്ഥത കാണിച്ച് ചിലർ വരും. എൻ്റെ കുഞ്ഞുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്,
ഭയങ്കര സ്നേഹം നടിച്ച്, സുഹൃത്ത് ബന്ധം കാണിച്ച്, അടുപ്പം കാണിച്ച്, വർണ്ണക്കടലാസി പൊതിഞ്ഞ മിഠായിയുമായി സാത്താൻ ചിലരെയൊക്കെ കൊടുക്കാൻ നിന്റെ അടുക്ക വിടുമ്പോൾ നീ മനസ്സിലാക്കണം, ഇത് ഹല്ലേലൂയ ഏദൻ തോട്ടത്തിന്റെ അകത്ത് വ്യാപരിച്ച പിശാച. ഇത് മരുഭൂമിക്കകത്ത് യേശുപ്പായുടെ അടുക്കൽ വന്ന സാത്താന്റെ സാറ്റരിയ. ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് എനിക്കിത് കഴിച്ചുകൂടാ, എനിക്കിതുമായി ഒത്തുകൂടാ. പാപത്തിന്റെ സ്വാധീനങ്ങളെ നീ ആത്മാവിൽ തിരിച്ചറിയണം. അതിൽ നീ ഒരിക്കൽ പെട്ടുപോയാൽ നീ കുരുങ്ങിപ്പോകും. ഇന്ന് രാവിലെ ചില പാപ സ്വാധീനങ്ങളെ പൊളിക്കാൻ ആത്മാവിൽ നീ ഉണർത്തപ്പെടുക. അമ്മേ, അങ്കിള് പറഞ്ഞ മനസ്സിലായോ? കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ, എനിക്ക് മലയാളം അറിയത്തുള്ളൂ, അതാ കുഴപ്പം. സോദരം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് പകലിൽ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ആത്മസാന്നിധ്യം വ്യാപരിക്കണം. അവരെ പിശാചിന് കൊടുക്കാൻ പറ്റുകയില്ല. ഒരു തലമുറയും പിശാചിനി പോകരുത്. ഈ പട്ടണത്തിന്റെ അകത്ത് സാത്താന്റെ തലയെ തകർക്കുന്ന മെതിക്കുന്ന ചില തലമുറകൾ അത് സഭകൾക്കകത്ത് എഴുന്നേറ്റ് വരേണ്ട കാലഘട്ടമായത്. അതിന് നാം പ്രാർത്ഥിക്കട്ടെ, അതിന് നാം അലർട്ടാകട്ടെ. ഇന്ന് രാവിലെ ആ ദൂരത്തെടുത്ത് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചെഴുന്നേറ്റ് ഞാൻ ഈ ദൂത് വൈകിട്ട് വളരെ ഗൗരവമായ ഒരു വെളിപ്പാടിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് പരിശുദ്ധാത്മാവ് ഈ ആലോചന എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്ക് കയറിയിട്ടില്ല. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും എഴുന്നേറ്റ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കുന്നു. പകലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അപ്പായോട് പറ, കർത്താവേ ഹല്ലേലൂയ, അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ ആലോചന കർത്താവെ തിരിച്ചറിയാനുള്ള ഒരാത്മ കണ്ണെൻ്റെ ഉള്ളിൽ തരണമെന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. സഹോദരങ്ങളെ, ഇത് കുഞ്ഞുങ്ങളോട് മാത്രമുള്ള ദൂതല്ല, പലരെ ചതിക്കുന്നത് സാത്താൻ തന്ത്രത്തിലൂടെയാ. അതുകൊണ്ടല്ലേ വചനത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത്, അത് സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചത് പോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇന്ന് പകല് അതെ പൗലോസ് ഭയന്നത് സാത്താനെയല്ല, പൗലോസ് ഭയന്നത് എഫെസോസിന്റെ അധികാരത്തെയല്ല, പൗലോസ് ഭയന്നത് മന്ത്രവാദത്തെയല്ല, പൗലോസ് ഭയന്നത് സഭ തെറ്റിപ്പോകുക എന്നുള്ള അതെ ഭാരത്തിലാണ്. കടകളെ അടച്ച അല്പ നിമിഷങ്ങൾ അന്യഭാഷകളിലും ദൈവത്തോടൊന്ന് സംസാരിച്ച് ദൂതന്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്, സഭയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ആ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇന്നു മുതൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന ഒരഭിഷേകം, ഒരു ദൈവകൃപ ഇന്ന് രാവിലെ എന്റെ മേൽ വ്യാപരിക്കും. ജഗനഗണഗതൽഖനാദി